മക്കളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മ അനുസ്യൂതം വളരുകയാണ്. യൂട്യൂബിലൂടെയും പ്രെയർ ലൈനിലൂടെയും ധാരാളം മക്കൾ ഇതിൽ പങ്കുചേരുന്നതിനോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. നമ്മെ നയിക്കുന്നത് നമ്മുടെ സ്നേഹമുള്ള ദൈവമാണ്. നാം നടക്കുകയല്ല, നമ്മെ നടത്തുകയാണ്. നല്ല വഴിയിലൂടെ അവിടുന്ന് നടത്തുകയാണ്. കർത്താവ് നിരപ്പുള്ള വഴിയിലൂടെ നമ്മുടെ സമൂഹത്തെ നയിക്കുകയാണ്. അനേകായിരങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നതിന് ഓർത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്നിതാ നമുക്ക് തരുന്ന വചനം 37-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കുന്നു. ആരെയാണ് കർത്താവ് സുസ്ഥിരനാക്കുന്നത്? ദൈവത്തിന് പ്രീതികരമായി ചരിക്കുന്നവരെയാണ് സുസ്ഥിരമാക്കുന്നത്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ പാദങ്ങളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ടല്ല നമ്മൾ നടക്കുന്നത്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ്. കർത്താവിന് പ്രീതികരമായി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കലാലയത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജോലി സ്ഥലത്തിലും നമ്മൾ വ്യാപരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ സുസ്ഥിരപ്പെടുത്തുകയും ബലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ആ ദൈവമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ആ ദൈവത്തെ മറന്ന് നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. കർത്താവിന് പ്രീതികരമായി നമുക്ക് ചരിക്കണമെങ്കിൽ അവൻ പറയുന്നത് അനുസരിക്കണം, അവൻ പറയുന്നത് കേൾക്കണം, അവൻ പറയുന്നിടത്തേക്ക് പോകണം. അപ്പോഴാണ് തനിക്ക് പ്രിയപ്പെട്ടവരെ അവിടുന്ന് സുസ്ഥിരനായി തീർക്കുന്നത്. ഇന്ന് അതിനുള്ള അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. വിവിധങ്ങളായ ഒറ്റയ്ക്കും സമൂഹമായി ഒക്കെ ഇരുന്ന് കേൾക്കുന്ന ധാരാളം മക്കളുണ്ട്. ഈ വചന ഹൃദയത്തിൽ എഴുതി വയ്ക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരു വഴിവിളക്കായി മാറട്ടെ. കർത്താവിൻ്റെ വലിയ ശക്തിയോടെ നിറയട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനം പ്രത്യേകമായി എല്ലാ വിദ്യാർത്ഥികൾക്കും അനുഗ്രഹമായി മാറട്ടെ. പ്രത്യേകമായി എല്ലാ യുവതി യുവാക്കന്മാർക്ക് അനുഗ്രഹമായി മാറട്ടെ. നിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും ഈ വചന സന്ദേശം അയയ്ക്കുക. ഇത് അയക്കുന്നവരും ഇത് എത്തിച്ചേരുന്നവരും അനുഗ്രഹീതരായി മാറും. കർത്താവ് പറഞ്ഞു കേട്ടില്ലേ, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവരെ അവിടുന്ന് സുസ്ഥിരനാക്കുന്നു. നമുക്കൊരു സ്ഥിരത വേണം. എല്ലാ കാര്യങ്ങൾക്കും ഈ സ്ഥിരത കർത്താവ് നമുക്ക് തരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും, പ്രത്യേകമായി എല്ലാ വിദ്യാർത്ഥി ലോകത്തോടും യുവജനങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.